ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടൊരു ഡിഷാണ് ട്രൈ ചെയ്യുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള നല്ല റെസിപ്പീസിന് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് പോവാം. ഞാൻ ആദ്യം തന്നെ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയുകയും ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഷുഗറാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി ഏത് ഓയിലായാലും നമുക്കിതിന് വേണ്ടി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് നല്ല രീതിക്ക് പൊന്തി വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ പാലാണ് ഉപയോഗിക്കുന്നത്. വെള്ളമായാലും യൂസ് ചെയ്യാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. നമ്മൾ പാല് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നമ്മളിതൊരു ചപ്പാത്തി മാവിനെക്കാട്ടിയും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്കാണ് കുഴച്ചെടുക്കേണ്ടത്. ഒറ്റയടിക്ക് നമ്മൾ മൊത്തം പാലും ഒഴിച്ച് കൊടുക്കാതെ മെല്ലെ മെല്ലെ ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. ഇനി നമുക്കിതിൻ്റെ മേലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ സാധാ റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ തന്നെ ഇത് നല്ലോണം പൊന്തി വരുന്നുണ്ട്. ഇപ്പം ഇത് നല്ല രീതിക്ക് പൊന്തി വന്നിട്ടുണ്ട്. ഒരു മണിക്കൂർ, അരമണിക്കൂറൊക്കെ വെച്ചാൽ മതിയാകും. 1 മണിക്കൂറൊക്കെ വെച്ചാൽ കുറച്ചുകൂടെ നല്ലത്. ഇനി നമുക്കിത് മെല്ലെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ചെറിയ ബോളായിട്ട് എടുക്കാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ച് തന്നെ ഇങ്ങനെ ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ പരത്തി കൊടുക്കാം. അതല്ല കൗണ്ടർ ടോപ്പിലിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുത്താലും കുഴപ്പമില്ല. നമ്മൾ കൗണ്ടർ ടോപ്പിൽ വെക്കുമ്പോൾ അവിടെയും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. പിന്നെ ഇത് ഉണ്ടാക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ്. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നതിനെക്കാളും കുറച്ചുകൂടെ കട്ടിക്ക് ഇതൊന്ന് വലിയ രീതിക്ക് പരത്തി എടുത്തിട്ട് നമ്മൾ ഇതേപോലെ എന്തെങ്കിലും മോൾഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോട്ടിലിൻ്റെ ടോപ്പോ യൂസ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലേക്ക് നമുക്ക് മോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോഴത്തേനും ഇത് നല്ല രീതിക്ക് പൊന്തി വരും. നമ്മളിതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേനും നമുക്കിത് വറുത്ത് കോരി എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ആ മാവ് മുഴുവനായിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് കുക്ക് ചെയ്യാം. ഞാൻ സാധാരണ കുക്ക് ചെയ്താണ് ഉപയോഗിക്കാറ്. കാരണം എനിക്ക് കുറച്ചുകൂടി ഇതൊന്ന് കുക്ക് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്യാതെ ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതിൻ്റെ നടുക്ക് നമ്മൾ ഇതുപോലെ ഒരു നൈഫ് വെച്ചിട്ടൊന്ന് ചെറിയ രീതിക്ക് ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഉള്ളിൽ നല്ലോണം സ്പേസ് ഉണ്ടാവും. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് മയോണൈസൊക്കെ ഇട്ട് നല്ല രീതിക്ക് സെറ്റാക്കി വെച്ച ഫില്ലിങ്ങാണ്. അപ്പോൾ നമുക്കത് ഡയറക്റ്റ്ലി അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. അതല്ലാതെ അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് മയോണൈസ് നിറച്ചിട്ട് പിന്നെ നമ്മുടെ ഫില്ലിങ് റെഡിയാക്കി കൊടുത്താലും മതിയാവും. അതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡിൽ ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എല്ലാത്തിൻ്റെയും ഉള്ളിലും ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇതെല്ലാനും ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി പെട്ടെന്ന് തന്നെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു റെസിപ്പിയാണ്. നമുക്ക് മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൻ്റെ ആ ഒരു ടൈം കൺസ്യൂം ചെയ്യൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്സാണ്. സോ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക. സോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.